ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിട്ട് തന്നെ, അതായത് ആദ്യം നമുക്ക് ഡിസിൻഫെക്ഷൻ, ഏറ്റവും അവസാനം നമ്മൾ ഉള്ള മൈക്രോബ്സിനെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്സും, അതുപോലെ തന്നെ മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്, നമ്മൾ ഗ്രൗണ്ട് വാട്ടറിന്റെ കുറച്ച് ട്രീറ്റ്മെന്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞിരുന്നില്ല, എയറേഷൻ, അങ്ങനത്തെ സോഫ്റ്റനിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൂടെ ഇന്നത്തെ ഈ സെക്ഷനിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നാലാമത്തെ സെക്ഷനാണ്. കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ തോന്നുന്നു നാലാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞതാണ്. ശരിക്കും അതിന് മുമ്പ് 2 സെക്ഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കൺഫ്യൂഷൻ വേണ്ട, ഇന്ന് നാലാമത്തെ സെക്ഷനാണ്. അപ്പം എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്? ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇപ്പം നോട്ടും പേന എടുത്തിരിക്കുന്നതിന് പകരം ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് നമ്മൾ അതിനകത്തുനിന്ന് പാത്തോജനിക് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ കില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡിസിൻഫെക്ഷൻ. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ആ അത്തരം ജേംസിനെ അല്ലെങ്കിൽ അത്തരം ഓർഗാനിസത്തിനെ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യുക. ഓക്കെ, ഇതിനു വേണ്ടി ആഡ് ചെയ്യുന്ന ആ കെമിക്കലിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട് അറിയാലോ അല്ലെ? ഇനി ഈ ഡിസിൻഫെക്റ്റന്റ് എന്തൊക്കെയാണ് റിക്വയർമെന്റ്? ഞാൻ വേഗം പറഞ്ഞു പോവാം. ഡിസിൻഫെക്റ്റന്റിന്റെ റിക്വയർമെന്റ് ഒന്ന് എന്ന് പറയുന്നത് ഈ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യണം അല്ലെ? പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന് ശേഷം അതായത് അറ്റ് പ്രസന്റ് അതിനകത്ത് ഓർഗാനിസം ഒന്നും ഇല്ലെങ്കിൽ പിന്നീട് ഒരു ഓർഗാനിസം വരുവാണെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസം പിന്നീട് അതിനകത്തേക്ക് വരുവാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം? അതിനെയും നമുക്ക് തടയണം. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ റെസിഡുവൽ പവർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഇപ്പൊ കൊല്ലുക മാത്രമല്ല, പിന്നീട് അതിന്റെ ഒരു അറ്റാക്കിനെ നമുക്ക് തടയാനും പറ്റുമെങ്കിൽ അതിനാണ് അതിന്റെ റെസിഡുവൽ. അപ്പം ഇതേപോലെ അതിനൊരു എന്തും കൂടെ വേണം? ഒരു റെസിഡുവൽ പവറും കൂടെ വേണം. മൂന്നാമതായിട്ട് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന് മാത്രം കൊന്നാൽ മതി, അല്ലാണ്ട് അത് കൺസ്യൂം ചെയ്യുന്ന ബാക്കി ഓർഗാനിസത്തിന് നമ്മൾക്ക് അത് പിന്നെ കൺസ്യൂം ചെയ്യണം നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെ ആ ഹാംഫുൾ ആയിട്ടുള്ള ഓർഗാനിസിനെ മാത്രം അഫക്ട് ചെയ്ത് ബാക്കിയുള്ളവർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്ത തരത്തിൽ വേണം എന്താക്കാൻ? ഈ ഒരു ഡിസിൻഫെക്ഷൻ വർക്ക് ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പം ആ റെസിഡുവൽ പവർ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ബാക്കി റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു വരില്ല, പക്ഷെ നമുക്കതൊന്ന് മനസ്സിലാവണ്ടേ, അതിനുവേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ പറയേ? ഓക്കെ അല്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ചോദിക്കണേ. ഓക്കെ, ഒരാളും കൂടെ. തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ നടത്തുന്ന മെത്തേഡ്സ് നമുക്ക് ബേസിക് ആയിട്ട് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ മെത്തേഡും 2 കെമിക്കൽ മെത്തേഡും. എന്താണ് ഫിസിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും? നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഹീറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ ഈ ഒരു ഓർഗാനിസിനെ കില്ല് ചെയ്യുന്നതാണ് ഫിസിക്കൽ മെത്തേഡ്സിൽ വരിക. അപ്പം അതിനകത്തുള്ള മെത്തേഡ്സ് ആണ് എന്ത്? ഹീറ്റിങ്ങും അതേപോലെ തന്നെ യു വി റേസ്. അപ്പൊ ഞാൻ പറയുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഹീറ്റിംഗ് അല്ലെങ്കിൽ ബോയിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുന്നതിന് നമ്മൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ? അപ്പം അത്തരം ഒരു നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, ഇതൊന്ന് ബോയിൽ ചെയ്യുവാണെങ്കിൽ അതിനകത്തുള്ള ഓർഗാനിസം ഒക്കെ ചത്തുപോവാം. പക്ഷെ അതിനൊരു റെസിഡുവൽ പവർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? തിളപ്പിച്ച വെള്ളത്തിൽ ഇതില്ല, പക്ഷെ കുറെ കഴിഞ്ഞതിന് ശേഷം തിളപ്പിച്ച വെള്ളമാണ് എന്ന് വിചാരിച്ച് അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ജീവിക്കാണ്ട് വരുമോ? ഇല്ല. അപ്പം അതിന് റെസിഡുവൽ പവർ കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബോയിലിങ്ങിനെ കുറിച്ച് അധികം ഒന്നും വേണ്ട. ഒരു സിമ്പിൾ മെത്തേഡാണ്, ഒരു ബെസ്റ്റ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാം ഇൻ ടേംസ് ഓഫ് കില്ലിങ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് മെത്തേഡാണ്. പക്ഷെ ഒരു ലാർജർ ഏരിയയിലേക്ക് നമുക്ക് ഒരു സപ്ലൈ കൊടുക്കാൻ നേരത്ത് ആ വെള്ളം മൊത്തം തിളപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അൺഎക്കണോമിക്കലാണ്. അപ്പം ഒരു ലാർജ് സപ്ലൈന്റെ കേസിൽ നമുക്ക് എന്താണ്? എക്കണോമിക്കൽ ആവാം അല്ലെ? ഇനി ലൈറ്റ് ഇൻ ദ ഫോം ഓഫ് യു വി റേസ്, യു വി റേസ് വഴി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതാണ് എന്ത്? അടുത്ത ടെക്നിക്ക്, ലൈറ്റ് ഉപയോഗിച്ച്. അപ്പം യൂഷ്വലി നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് യു വി റേസ് ആണ്. യു വി റേസ് വിത്ത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 240 മുതൽ 260 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള റേസ് ആണ് നമ്മൾ കൂടുതലായിട്ട് പാസ് ചെയ്യാറ്. അപ്പം ഇത് യൂഷ്വലായിട്ട് നമ്മൾ യു വി റേസ് കൊണ്ട് ഡിസിൻഫെക്റ്റിംഗ് നടത്തുന്നത് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, അതേപോലെ തന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലൊക്കെ വാട്ടറിനൊക്കെ നമ്മൾ
ഡിസിൻഫെക്ട് ചെയ്യാനാണ് നമ്മൾ യു വി റേസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്തുള്ള ഈ ഡിസിൻഫെക്ഷനെ പോലെ തന്നെ നമുക്ക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. അതായത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് ഡിസിൻഫെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇപ്പം സ്വിമ്മിംഗ് പൂൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 10 സെന്റിമീറ്റർ താഴെ 10 സെന്റിമീറ്റർ കൂടുതലാണ് വാട്ടറിന്റെ ഡെപ്ത് എങ്കിൽ ഇത് ഇൻഎഫക്റ്റീവ് ആവും. എഫക്റ്റീവ് അപ് ടു എ ഡെപ്ത് ഓഫ് 10 സെന്റിമീറ്റർ എന്നൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഒന്നും ഓർക്കണമെന്നില്ല, കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എഴുതിയെടുക്കുന്നത്. സ്വിമ്മിംഗ് പൂൾസിന്റെ വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യു വി റേസ് ആണ് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. റെഡി. അടുത്തത് കെമിക്കൽ മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സിൽ വരുന്നത് അഡീഷൻ ഓഫ് ലൈം, ഓസോൺ, അയഡിൻ ആൻഡ് ബ്രോമിൻ, പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്. ഈ 4 മെത്തേഡ്സ് ആണ് നമുക്ക് കെമിക്കൽ മെത്തേഡ്സിൽ. കൂടെ ക്ലോറിനും കൂടെ ഉണ്ട്. ക്ലോറിൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പം ഇത്രയും ടെക്നിക്സ് ആണ് നമുക്ക് കെമിക്കൽ മെത്തേഡ്സിൽ നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തത് അഡീഷൻ ഓഫ് ലൈം അഡീഷൻ. അപ്പൊ യൂഷ്വലി നമ്മൾ കൊടുക്കേണ്ടത് ഈ ലൈം അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഈ ഓർഗാനിസം ഏറ്റവും നന്നായിട്ട് വളരുന്നത് pHന്റെ വാല്യൂ 7 ആകുമ്പോഴാണ്. ഒരു കുഴപ്പമില്ല, അസിഡിക്കും അല്ല ആൽക്കലൈനും അല്ലാത്ത ഒരു ന്യൂട്രൽ ആയിട്ടുള്ള മീഡിയത്തിലായിരിക്കും ഓർഗാനിസം നല്ല രീതിയിൽ തന്നെ വളരുന്നത്. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഈ pH കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് pH കൂട്ടാം. ഈ 2 രീതിയിലും നമുക്ക് വേണമെങ്കിൽ ഓർഗാനിസത്തിനെ നമുക്കൊന്ന് ഡേഞ്ചറിലേക്ക് നയിക്കാം. അപ്പൊ ഈ pH കുറയ്ക്കുവാണെങ്കിൽ സംഭവം അത് വാട്ടർ കുറച്ച് അസിഡിക് ആവും. അത് കാരണം എന്താണ്, ഒരു കൊറോഷനിലേക്കൊക്കെ നയിക്കാം. ഈ നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈപ്പിലെ കൊറോഷനിലേക്ക് നയിക്കാം. അപ്പം അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് pH ആൽക്കലൈൻ ആക്കുന്നതാണ്. അപ്പം ഈ ലൈം ആഡ് ചെയ്ത വഴി നമ്മൾ ഈ ആൽക്കലൈൻ നേച്ചറിലേക്ക് എത്തിക്കുവാണ്. pH വാല്യൂ ഗ്രേറ്റർ ദാൻ 9.4 ആകുമ്പോഴത്തേക്കും ഈ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഓൾമോസ്റ്റ് നില്ലാണ്. അതായത് അത്രയും pHലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അധികം ഓർഗാനിസം ഒന്നും അതിനകത്ത് അവശേഷിക്കുന്നില്ല, എല്ലാം തന്നെ ചത്തുപോകും. അങ്ങനെ നമ്മൾ ഈ pH ആൽക്കലൈൻ ആക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും എന്ത്, ഈ അഡീഷൻ ഓഫ് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ ലൈം ആഡ് ചെയ്ത ലൈം ഒരുപാട് എക്സസ് ആയി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓർഗാനിസം പോയതിനു ശേഷം നമ്മൾ ഈ ആൽക്കലൈനിൽ നിന്ന് നമുക്ക് സേഫ് ആവുന്ന, അതായത് ഒരുപാട് ലൈം ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റ് ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ എക്സസ് ആയിട്ടുള്ള ലൈമിനെ അവിടെ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, റീകാർബണേഷൻ. ഞാൻ പറയുന്ന ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. pH വാല്യൂ 9.4 മേലെ എത്തിക്കുകയാണ് ഈ ലൈം അഡീഷൻ വഴി. എക്സസ് ആയിട്ടുള്ള ലൈമിനെ തിരിച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, റിമൂവിങ് എക്സസ് ലൈം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റീകാർബണേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ആശിക്ക ഓക്കെ അല്ലേ? ഇച്ചിരി വൈകി കയറി വരാം അല്ലേ? പറഞ്ഞ മനസ്സിലായി. നമ്മൾ ഡിസിൻഫെക്ഷൻ ആണ് തുടങ്ങിയത്, സ്റ്റാർട്ടിംഗ് ഉള്ള 2 ടെക്നിക്ക്. അപ്പം ആ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കുക കേട്ടോ. റെഡി അല്ലേ? അടുത്തത് സർഫക്റ്റൻസ്. ഓക്കെ, സർഫ് പോലത്തെ ഡിറ്റർജൻസ് അല്ലെങ്കിൽ ഫീനോൾസ് അല്ലെങ്കിൽ സോപ്പ് എല്ലാം ഉപയോഗിച്ച് അങ്ങനെ ഒരു മീഡിയത്തിൽ നിന്ന് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഈ പാത്തജനെ റിമൂവ് ചെയ്യുന്നതാണ് സർഫക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ഒരു സോപ്പൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാം. അതിനുശേഷം നമുക്കത് ഉപയോഗിക്കണം, പിന്നീട് വീണ്ടും ട്രീറ്റ്മെന്റ് നടത്തണ്ടേ. അപ്പം വാട്ടറിന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഡിസിൻഫെക്ഷൻ ടെക്നിക്കാണ് എന്ത്, സർഫക്റ്റൻസ് എന്ന് പറയുന്നത്. ആഡിങ് സോപ്പ്, ഡിറ്റർജന്റ് ആൻഡ് ഫിനോൾ. ഓക്കെ, അതൊന്നും മനസ്സിൽ ഓർത്താൽ മതി, അതിനകത്തൊന്നും അധികം പ്രശ്നങ്ങളൊന്നുമില്ല. ഓസോണിന്റെ കെമിക്കൽ ഫോർമുല ഓർമ്മയുണ്ടോ? O3 അല്ലെ? ഓക്സിജൻ മോളിക്യൂള് ഇലക്ട്രോലൈസിന് ശേഷം നേസെന്റ് ഓക്സിജൻ ആവും. ഈ നേസെന്റ് ഓക്സിജൻ ഫ്രീ ഓക്സിജനുമായിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് എന്ത്, ഓസോൺ എന്ന് പറയുന്നത് അല്ലെ? അതൊന്നുമല്ല നമുക്ക് ഇവിടെ ആവശ്യം. ഇവിടെ നമുക്ക് ഈ ഓസോണെ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? റെഡി അല്ലേ? പ്രോസസ് ഓഫ് ആഡിങ് ഓസോൺ, അതിനെയാണ് നമ്മൾ ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഓസോണൈസർ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് യൂസ് ഫോർ ആഡിങ് ഓസോൺ. അതൊന്നും ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയണമെന്നില്ല, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. എന്നാലും ഇത് തന്നെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാനൊന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓസോണെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് ഓസോണൈസേഷൻ.
ഓസോണെ ആഡ് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഓസോണൈസർ. ഓക്കെ, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ്ലി ഹാപ്പനിങ് ടെക്നിക് ആയിട്ട് പറയുവാണെങ്കിൽ ഓർത്തുള്ള ഓസോണൈസേഷൻ ആണ് മോസ്റ്റ്ലി ഹാപ്പനിങ് ടെക്നിക്. ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ടെക്നിക് എന്ന് പറയുന്നത് ഓസോണൈസേഷൻ ആണ്. അതായത് ഈ ഡിസിൻഫെക്ഷൻ ടെക്നിക്കുകളുടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മൾ ഓരോ പേരുകളായിട്ട് തന്നെ പഠിക്കുവാണ്. അപ്പം ഈ ഓസോണൈസേഷൻ ഏറ്റവും കൂടുതൽ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ. ജസ്റ്റ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് ഇറ്റ് റിമൂവ്സ് ടേസ്റ്റ്, കളർ, ഓർഡർ, വോളറ്റൈൽ ഓർഗാനിസംസ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ എക്സസ് ഓഫ് അയൺ ആൻഡ് മഗ്നീഷ്യം അയോൺസ്. ഇത്രയും എന്താണ് ഒരു പ്യൂരിഫിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ ഇത്രയും പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ഓസോൺ ഇതാക്കുന്നത് കൊണ്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഹാപ്പനിങ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ അതിനകത്ത് റിമൂവ് ചെയ്യുന്നുണ്ട്? കളർ പോകുന്നുണ്ട്, ഓർഡർ മണം പോകുന്നുണ്ട്, ടേസ്റ്റ് പോകുന്നുണ്ട്, പിന്നെ വോൾട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ നമുക്ക് ഇതുവഴി റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സസ് ഓഫ് അയൺ ആൻഡ് മാഗ്നീസ്, ഇത്രയും കാര്യങ്ങൾ ഓർക്കണം കേട്ടോ. അടുത്തത് ഹാലജൻസ്. ഹാലജൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് അയഡിൻ അല്ലെങ്കിൽ ബ്രോമിൻ. ഇപ്പം പറഞ്ഞ അത്രയും ക്ലിയർ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞേ, നമുക്ക് മുന്നോട്ട് പോവാം. മറ്റേത് ഇതിനകത്ത് ഏതേലും നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ അതും കൊണ്ടിരിക്കും. ഓസോൺ വരെ റെഡിയാണോ? ഓക്കെ, അടുത്തത് ഹാലജൻ. ഹാലജനെ കുറിച്ച് അധികമൊന്നുമില്ല, ഞാൻ ആ ടെക്നിക്കിന്റെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അയഡിനും ബ്രോമിയാണ് ഹാലജനിൽ നമ്മൾ ഈ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് കൂടുതലും ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ പാലറ്റ്സ്, ചെറിയ ഗുളികകളായിട്ടൊക്കെയാണ് നമ്മളത് ക്യാരി ചെയ്യുന്നത്. അപ്പം ഇത് ഓർത്തുള്ള ഈ ഗുളികകൾ അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള ടാബ്ലറ്റ്സ് ആയിട്ട് നമ്മൾ ഇത് കൊണ്ടു നടക്കുകയാണെങ്കിൽ റിമോട്ട് ലൊക്കേഷനിൽ ബാക്കി ടെക്നിക്സ് ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ റിമോട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇപ്പൊ മിലിറ്ററി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റിമോട്ട് ലൊക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ ഈ സോൾജേഴ്സിനൊക്കെ പോയി നിൽക്കേണ്ടി വരും. അപ്പം ആ ഒരു ഭാഗത്ത് അവർക്ക് ഉപയോഗിക്കേണ്ട വെള്ളം ഒന്ന് ഡിസിൻഫെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? ഹാലജൻസ്. അപ്പം അതിനെ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അയഡിനും ബ്രോമിനും ഇൻ ദ ഫോം ഓഫ് ടാബ്ലറ്റ്സ്. ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഓർത്തോളാം, ഇറ്റ് ഈസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ റിമോട്ട് ലൊക്കേഷൻസ് ഫോർ മിലിറ്ററി പർപ്പസുകൾ. ഓക്കെ അല്ലേ? ഇതുകൊണ്ട് എഴുതണോ? വേണ്ട. ഓക്കെ അല്ലേ? ഞാൻ സ്പീഡായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അധികം എഴുതുന്നില്ല, കൂടുതലും പ്രസന്റേഷൻ തന്നെയായിരുന്നു. ഒന്നാമത് നമുക്കൊന്ന് മുൻ സ്പീഡിൽ തീർക്കണമെന്നുണ്ട്. അപ്പോ ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ടൈം എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ആദ്യം തന്നെ ഓർക്കാനുള്ളത്, ഇത് ഉപയോഗിക്കുന്നത് റൂറൽ ഏരിയാസിലൊക്കെയാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. അതായത് നമ്മൾ ഈ ഒരു പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പാത്തജനിക് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ടെങ്കിൽ ആ ലിക്വിഡ് ടേൺസ് പിങ്ക്. പിന്നെ ഈ പിങ്ക് കളർ പോയതിനു ശേഷം മാത്രമേ എന്താവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഒക്കെ ഒരു 24 മുതൽ 48 മണിക്കൂർ വരെ നമുക്ക് ചിലപ്പം ഡിലേ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചീപ്പാണ്. റെസിഡുവൽ പവർ എന്ന് പറയുന്നത്, അതായത് ഈ മൈക്രോ ഓർഗാനിസംസ് ആ പിങ്ക് കളർ ഡിസപ്പയർ ചെയ്തതിനു ശേഷം പിന്നെ ഓർഗാനിസം അതിനകത്തേക്ക് വരാനൊരു ചാൻസ് ഉണ്ട്. അതിനകത്ത് റെസിഡുവൽ ആയിട്ട് അധികം കോമ്പൗണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിനെ നോ റെസിഡുവൽ പവർ എന്ന് പറയുന്നത്. പിന്നെ ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോളറ കോസിങ് ബാക്ടീരിയ ആയിട്ടുള്ള വിബ്രിയോ കോളറേനെ 100% എന്താക്കും? ഇത് കില്ല് ചെയ്യും. വാട്ടറിലെ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 98% ആണെങ്കിൽ 100% കില്ലിംഗ് ഓഫ് വിബ്രിയോ കോളറ. വിബ്രിയോ കോളറ എന്ന് പറയുന്നത് കോളറ കോസിങ് ബാക്ടീരിയ ആണ്. അപ്പം 100% ഈ വിബ്രിയോ കോളറേനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചൊരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പം അത് സ്ലോ ആണ്, ചീപ്പാണ്, നോ റെസിഡുവൽ പവർ. പക്ഷെ വിബ്രിയോ കോളറേന്റെ ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഇലക്ട്രോ കാറ്റലിഡിയം പ്രോസസ്. ഇലക്ട്രോ കാറ്റലിഡിയം പ്രോസസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? അത് തന്നെ സംഭവം. എന്താണ് ഇലക്ട്രോ കാറ്റലിഡിയം പ്രോസസ്? എന്താണ് അതിനകത്തൊരു ആ ടെക്നിക്കിന്റെ ഒരു പ്രത്യേകത? പറ. നിങ്ങൾ ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഫോൺ കയ്യിൽ വെച്ചിട്ട്
പറയാൻ ശ്രമിച്ചേ. ഈ പ്രസന്റേഷൻ ആവശ്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് ഞാൻ അയച്ചു തരാം, കുഴപ്പമില്ല. ജസ്റ്റ് ഇലക്ട്രോ കാറ്റലിഡിയം പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഞാൻ ഓടിച്ചു വിടും. എന്താണ് ഇലക്ട്രോ കാറ്റ? ആ പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? യൂസിങ് ഇലക്ട്രോഡ് ഇലക്ട്രോലൈസിസ് ആണ്. റെഡിയാണ്. ഇലക്ട്രോലൈസിസ് പ്രോസസ് ആണ് ഈ ഇലക്ട്രോ കാറ്റലിഡിയം പ്രോസസ്. അപ്പം ഇതിനകത്ത് ഓർക്കാനുള്ളത്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് എന്താണ്? ഇലക്ട്രോലൈസിസ് പാസ് ചെയ്ത് ഓർഗാനിസത്തെ കൊല്ലുക തന്നെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പൊ ആ ഇത് റെഡി, അതൊന്നും നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് സിൽവർ. ഈ സിൽവർ ഇലക്ട്രോഡ്, അതായത് ഇലക്ട്രോഡിനകത്ത് ഒരു സിൽവർ കോട്ടിംഗ് കൊടുക്കുന്നുണ്ട്. ഈ സിൽവർ കോട്ടിംഗ് ഉള്ള ഇലക്ട്രോഡ് ഓർഗാനിസത്തിനെ അട്രാക്ട് ചെയ്ത് അതുവഴി നമുക്ക് അതിനെ കില്ല് ചെയ്താണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഓർക്കാനുള്ള ആകെ കാര്യം എന്താണ്? ഇലക്ട്രോഡ് ഈസ് കോട്ടഡ് വിത്ത് സിൽവർ. അതൊന്ന് ഓർക്കാൻ പറ്റൂലോ അല്ലെ? ഇതിനും ഓർക്കാനുള്ള ഒരു കാര്യം, നോ റെസിഡ്യൂവൽ പവർ. റെസിഡ്യൂവൽ പവർ കുറവാണ്. ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊണ്ടുവന്ന വെള്ളത്തിൽ യാതൊരു തരത്തിലുമുള്ള ഇലക്ട്രോഡിന് ഇല്ലല്ലോ, യാതൊരു തരത്തിലുമുള്ള സിൽവർ ഇലക്ട്രോണിന്റെ പ്രസൻസ് അതിനകത്തില്ല. അതുകൊണ്ട് എന്താണ്, റെസിഡ്യൂവൽ പവർ ഉണ്ടാവില്ല. ആ രീതിയിൽ ഓർക്കുക. പേര് ഒന്ന് ഫെമിലിയർ ആയില്ലേ? ആ കാര്യവും ആ പോയിന്റും. എനിക്കൊന്ന് എല്ലാവരും തിരക്ക് പിടിച്ച് എഴുത്താൻ തോന്നുന്നു. പൗസ് ചെയ്യണം, പൗസ് ചെയ്യണം. ഇനി പറഞ്ഞാൽ മതി, ആ സമയത്ത് ഞാൻ ഒന്ന് ഇതാക്കിയിട്ട്. ഓക്കെ, ഇങ്ങോട്ട് പോവാണേ. അടുത്തത് ക്ലോറിൻ. നമ്മൾ കെമിക്കൽ പറയാൻ നേരത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നല്ല വൃത്തിക്ക് അങ്ങ് പഠിച്ചു പോയാൽ മതി. കാരണം ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്ന ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം. ക്ലോറിൻ, ആ ക്ലോറിൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യോ? ക്ലോറിൻ ആഡ് ചെയ്യുന്ന പ്രോസസ്, ക്ലോറിൻ ആഡ് ചെയ്യുന്ന പ്രോസസ് പറയില്ല. ക്ലോറിനേഷൻ അല്ലെങ്കിൽ പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലോറിനേഷൻ. ഇനി ഈ ക്ലോറിന്റെ പ്രത്യേകതകളാണ്, ഇറ്റ് ഈസ് ചീപ്പ്. ഇതിന്റെ റെസിഡ്യൂവൽ പവർ എന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോ റെസിഡ്യൂവൽ പവർ ഞാൻ പറയാം. ഓക്കെ, റെസിഡ്യൂവൽ പവർ നല്ലതാണ്. റെസിഡ്യൂവൽ പവർ പി എച്ചിന്റെ ഒക്കെ ഒരു ടേംസ് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് നോക്കുക. ഇനി ആദ്യം നമുക്ക് പി എച്ച് ഡിപ്പെൻഡന്റ് ആണെന്ന് ഓർക്കുക. അതായത് ഈ ക്ലോറിനായിട്ടല്ല ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലോറിൻ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Cl2 പ്ലസ് H2O gives HOCl പ്ലസ് HCl. റെഡി? ഇനി ഈ HOCl dissociates to form OCl minus and H plus. ഈ രണ്ട് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി പറയുന്നത് ഫ്രീ ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീ ക്ലോറിൻ. ഓക്കെ, അപ്പോ HOCl-ഉം OCl മൈനസും. അപ്പം ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ കെമിക്കൽ ഫോർമുല നിങ്ങൾക്ക് ഇപ്പൊ കേട്ടു. അതിന്റെ പേരും കൂടെ, പേരറിയാവുന്നവരൊന്നും പറയാം. ഇത് രണ്ടിൽ ഏതിലും ഒരെണ്ണത്തിന്റെ പേര് അറിയാവുന്നവര്? ഓക്കെ, പറയോ? ഇത് ഹൈപ്പോ ക്ലോറസ് ആസിഡ്, ഇത് ഹൈപ്പോ ക്ലോറൈറ്റ് അയോൺ. ഇത് അയോൺ ആണ്, ഇത് ആസിഡ് ആണ്. കാരണം ഒരു HCl പോലെയൊക്കെ വന്നത് കൊണ്ട് അങ്ങനെ ഓർത്താലും മതി. കാരണം പേരെഴുതാനായിരിക്കില്ല. ആസിഡും ഈ രണ്ടെണ്ണം നമ്മൾ പ്രത്യേകം പഠിക്കണം. അപ്പം ഇതിനകത്ത് നമ്മൾ ഓർക്കാനുള്ളത്, HOCl ആണോ OCl മൈനസിനാണോ കൂടുതൽ ക്ലോറിനേഷൻ പവർ അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു ഡിസിൻഫെക്ഷൻ പവർ ഉള്ളത്? അറിയാത്തവരും ജസ്റ്റ് ഒരു ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതിനായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് കൂടുതൽ ഈ ഡിസിൻഫെക്ഷൻ പവർ ഉള്ളത്? HCl അല്ലടാ, അത് HOCl അല്ലേ? ഓക്കെ, കുറച്ച് ആൾക്കാര്
OCl മൈനസ് പറയുന്നുണ്ട്, കുറച്ച് ആൾക്കാർ HCl പറഞ്ഞു. HCl അല്ല, HOCl ആയിരിക്കും ആശിക്ക് ഉദ്ദേശിച്ചത് അല്ലെ. ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl ആണ് കേട്ടോ. അപ്പം ഓർത്തോളുക, ആശിക്ക് പറഞ്ഞത് റെഡിയാണ്. HOCl-നാണ് OCl-നേക്കാളും ഡിസ്ഇൻഫെക്ഷൻ പവർ. അത് ഏതാണ്ട് 80 ടൈംസ് ആണ്. ഓക്കെ, 80 ടൈംസ് ഹയർ ആയിരിക്കും. അപ്പം ഒരു കുറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ടൈം ഓഫ് കോണ്ടാക്ട് കൊണ്ട് ഈ HOCl-ന് കൂടുതൽ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ പറ്റൂലേ? കമോൺ എവരിബഡി, പറ്റൂലേ? HOCl ആണ് നമുക്ക് വേണ്ടതെന്ന് ഓർക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇത് pH ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, pH ഡിപ്പെൻഡന്റ് ആണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഓർത്തോളാം, ലോവർ pH കൂടുതലും ഫോം ചെയ്യുന്നത് HOCl ആയിരിക്കും. അതായത് pH-ന്റെ വാല്യൂ ഒരു ലെസ് ദാൻ 5.5 ആണെങ്കിൽ ഫുൾ ആയിട്ടും എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? HOCl മാത്രമേ ഉണ്ടാവുള്ളൂ. pH എന്ന് പറയുന്നത് 5.5 മുതൽ 7.5 ആണോ 8.5 ആണോ? 7.5 ആണെങ്കിൽ concentration of HOCl will be very much greater than OCl minus. ഇനി 7.5 മുതൽ 10.5 വരെ ആണെങ്കിൽ concentration of OCl minus will be very much greater than HOCl. 10.5-നേക്കാളും കൂടുതലാണെങ്കിൽ concentration of OCl minus ആയിരിക്കും കൂടുതൽ. റെഡിയാണോ? അപ്പൊ നമ്മള് ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നതിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഏതായിരിക്കണം? ഇപ്പൊ 4 ഓപ്ഷൻസ് ഇവിടെ ABCD. അപ്പം ഇതിനകത്ത് നല്ലതെന്ന് തോന്നുന്നത് എല്ലാവരും ഒരു ആൻസർ പറയോ? ഡി പറയുന്ന ആൾക്കാരുണ്ട്, എ പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയുണ്ടോ? ബാക്കിയുള്ളവരും പറയണം. പോയോ? ബാക്കി പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും പറയുന്നത് കാണുന്നില്ലേ? കമന്റ് ആയിട്ട് പറയുന്നത് എല്ലാവർക്കും ആയിട്ട് തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. ജിൻഡോ എത്രയാ? നിനക്ക് ഏതാ തോന്നുന്നത്? ജിൻഡോ എ പറയുന്നത്. ഓക്കെ, അപ്പം തെറ്റിച്ചവര് എല്ലാവരും തന്നെ തെറ്റിക്കുക ചെയ്തേ. അപ്പൊ ഓർത്തോളുക, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് ഇവിടെ. അപ്പൊ ഇവിടെ അഹല്യ പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. ഗ്രേറ്റർ ദാൻ 10.5 എന്ന് പറയുമ്പോഴത്തേക്കും OCl അല്ലേ കൂടുതൽ? OCl HOCl-നേക്കാളും ഒരുപാട് കുറവല്ലേ അതിന്റെ ഡിസ്ഇൻഫെക്ഷൻ പവർ എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും OCl അല്ല നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്, HOCl ആണ്. മറ്റേത് OCl-ന്റെ അവർ ആക്ഷൻ വരുന്നതിൽ ഒരുപാട് സമയം വരണം. ആ ഒരു കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നത് ഒരുപാട് നേരമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് HOCl OCl-നേക്കാളും കൂടുതലുള്ളതായിരിക്കണം. ഓക്കെ അല്ലേ? ഇനി തെറ്റിക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തോന്നുന്നത് നിങ്ങളൊന്ന് പറ. അപ്പം ഇതാണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യാറ്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ pH ലെസ് ദാൻ 5.5 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഒരുപാട് അസിഡിക് ആവും. അങ്ങനെ ഒരു അസിഡിക് ആയിട്ടുള്ള മീഡിയത്തിൽ ഈ ക്ലോറിൻ HOCl ആയിട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ക്ലോറിൻ എലമെന്ററി ഫോമിലേക്ക് മാറും, Cl2 ആയി പോകും. ഈ Cl2 ആയിട്ട് അവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പിന്നെ എത്രയും pH-ലേക്ക് പോകുന്നതും ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് ഓർത്താലും മതി. സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്താലും മതി. 5.5 മുതൽ 7.5 വരെയാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അവിടെ എന്താ നമുക്ക് വേണ്ട കണ്ടീഷൻ ഉണ്ട്. HOCl-ന്റെ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് OCl-നെക്കാളും ഒരുപാട് ഹൈ ആണ്. അതായത് ഇതൊരു അസിഡിക്കിൽ നിന്ന് ആൽക്കലൈൻ ആവുമ്പം ഈ ഒരു രണ്ടാമത്തെ ഇവിടെ ഒരു ആക്ഷൻ എഴുതിയിട്ടില്ലേ, ഒരു കെമിക്കൽ ഫോർമുല എഴുതിയിട്ടില്ലേ, അത് ആവുകയാണ്. അപ്പം ഈ ഒരു കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ചേഞ്ച് ഡിറ്റർമൈൻ ചെയ്യുന്നത് pH-നെ അപേക്ഷിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റേഞ്ച് ഇങ്ങനെ പറയുന്നത്. ഇത് മനസ്സിലായോ? എല്ലാവരും ക്ലോറിൻ ഡിമാൻഡ് എന്താണെന്ന് ആലോചിച്ചാണോ? മനസ്സിലായോ? ഇപ്പം പറഞ്ഞേക്കുന്നത് മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറയാം. ഓക്കെ, നോക്കുക. എവിടെയാണ് ജിൻഡോ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഇവിടെയോ മേലെയോ? റീസൺ. അതായത് നോക്കുക, കേൾക്കുക.
5.5 മുതൽ 7.5 വരെയാണെന്ന് ഓർത്തോളാം. റീസൺ ആയിട്ട് പറയുന്നത് പി എച്ചിന്റെ വാല്യൂ 5.5 നിന്ന് താഴേക്ക് പോകുമ്പോഴത്തേക്കും ആ മീഡിയം എന്ന് പറയുന്നത് അസിഡിക് അല്ലേ. ഇങ്ങനെ ഒരു അസിഡിക് മീഡിയത്തിൽ HOCl-ന് ഒരു ടെൻഡൻസി ഉണ്ട് എലിമെന്ററി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ Cl2 ആയിട്ട് അത് എലിമെന്ററി ഫോമിലേക്ക് മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചാൻസ് ഉള്ളതും കൊണ്ട് HOCl-ന്റെ, അതായത് ആ പി എച്ചിലാണ് മാക്സിമം HOCl ആയിട്ട് എല്ലാം നിലനിൽക്കുക. പക്ഷെ അതിന് ഇങ്ങനെ ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് നമുക്കത് അത്ര അഡ്വൈസബിൾ അല്ല. ഓക്കെ, പിന്നെ ഇത്രയും അസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയത്തിലേക്ക് പോകുമ്പോഴേക്കും എന്തായിരിക്കും സംഭവം? അത് കൊറോഷനിലേക്ക്, അങ്ങനത്തെ കുറച്ച് പ്രശ്നത്തിലേക്കും കൂടെ നയിക്കാം. പക്ഷെ പ്രൈമറി റീസൺ ആയിട്ട് ഓർക്കേണ്ടത് ഈ എലിമെന്ററി ഫോമിലേക്ക് ഇത് കൺവേർട്ട് ആവുന്നത് കൊണ്ടാണ്. ഓക്കെ, റെഡി? ആദ്യത്തേതല്ല, രണ്ടാമത്തേതാണ്. അപ്പൊ ആ പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് തന്നെ ആദ്യത്തേലേക്ക് പോയി കുത്തിയേക്കരുത്, രണ്ടാമത്തേലേക്കായിരിക്കും വരിക. പക്ക. അപ്പൊ ആദ്യം ഓർക്കേണ്ടത് ഹൈപ്പോക്ലോറസ് ആസിഡിനാണ് ഹൈപ്പോക്ലോറൈറ്റ് അയണിനേക്കാളും കൂടുതൽ എന്ത് ഡിസിൻഫെക്ഷൻ പവർ. ആ ഹൈപ്പോക്ലോറസ് ആസിഡ് നമുക്ക് കിട്ടുന്നത് പി എച്ച് കുറയുമ്പോഴാണ്. പി എച്ച് കുറയുവാണെങ്കിൽ അപ്പൊ നമുക്ക് എന്താണ്, കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഡിസിൻഫെക്ഷൻ നടക്കും, അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഡിസിൻഫെക്ഷൻ പവർ കൂടുകയും ചെയ്യും, ഏത് പി എച്ച് കുറയുവാണെങ്കിൽ. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലോറിനേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പി എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പി എച്ച് ഡിപ്പെൻഡന്റ്, ബട്ട് ദി എന്താണ് ദി റേഞ്ച് ഓഫ് പി എച്ച് വിച്ച് ഇസ് പ്രിഫറബിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? 5.5 മുതൽ 7.5 വരെയാണ്. അത്രയും കാര്യങ്ങൾ റെഡിയാക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? എല്ലാരും ഒന്ന് പറയൂ. ഓക്കെ, അപ്പം ഇനി അടുത്തത് ക്ലോറിൻ ഡിമാൻഡ്. അപ്പം ഈ ക്ലോറിൻ നമ്മൾ ഈ തന്നിരിക്കുന്ന സൊല്യൂഷനിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിലേക്ക് നമുക്ക് ക്ലോറിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ, ക്ലോറിൻ ഓടി നടന്ന് ആദ്യം തന്നെ പോയിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുകയല്ല ചെയ്യുക. ക്ലോറിൻ ആഡ് ചെയ്താൽ ആദ്യം നടന്ന ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് കൊല്ലുകയല്ല ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആദ്യം പോയിട്ട് അത് ചെയ്യാൻ പോകുന്ന കുറച്ച് പരിപാടികളാണ് ഞാൻ പറയുന്നത്. ആദ്യം അത് പോയിട്ട് അതിനകത്തുള്ള ആരെയൊക്കെയാ റിയാക്ട് വിത്ത് അയൺ ആൻഡ് മാഗ്നീസ്. ഓക്കെ, ഫെറിക്ലോറൈഡും ഫെറസ് ക്ലോറൈഡും അങ്ങനത്തെ കുറച്ച് കോമ്പൗണ്ടിലേക്ക് ആദ്യം അതിനകത്ത് കിടക്കുന്ന അയോൺസ് ആയിട്ടുള്ള അയൺ ആൻഡ് മാഗ്നീസ് അയോണുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഒരു സാൾട്ട് ആയിട്ടൊക്കെ അത് ഫോം ചെയ്യും. രണ്ടാമതായിട്ട് പിന്നെയും തീർന്നിട്ടില്ല, അയൺ മാഗ്നീസും തീർന്നു. പിന്നെ അയാൾ പോകുന്നത് NH3 അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറമൈൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് NH3 + Cl2 എന്ന് പറയുമ്പോഴത്തേക്കും NH2Cl എന്ന് പറയുന്നത് മോണോക്ലോറോ അമീൻ. ഇതേപോലെ തന്നെ പിന്നെയും ഈ ആക്ഷൻ നടന്നിട്ട് ഡൈക്ലോറോ അമീൻ ഫോം ചെയ്യും. ഇതേപോലെ തന്നെ NCl3 ട്രൈക്ലോറോ അമീൻ ഫോം ചെയ്യും. ഓക്കെ, ക്ലോറമീൻസ്. അപ്പം ആദ്യം ഇത് പോയിട്ട് ഈ ഒരു എലിമെന്ററി ഫോമിൽ കിടക്കുന്ന അയൺ ആൻഡ് മാഗ്നീസ് അയോണായിട്ട് റിയാക്ട് ചെയ്യുന്നു, പിന്നെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. മൂന്നാമതായിട്ടാണ് നമുക്ക് ആവശ്യമുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ആര് കണ്ടുപിടിക്കുന്നത്? ക്ലോറിൻ കണ്ടുപിടിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഡിസിൻഫെക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പം ഈ നമുക്ക് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന ആ ക്ലോറിൻ ഡിസിൻഫെക്ഷൻ ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് വേണ്ട ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോറിൻ ഡിമാൻഡ്. അതായത് ഈ ഒരു അയണുമായിട്ടുള്ള അയൺ അല്ലെങ്കിൽ മാഗ്നീസ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള റിയാക്ഷൻ, അതിനുശേഷം അമോണിയ ആയിട്ട് റിയാക്ഷൻ, അതിനുശേഷമുള്ള ഡിസിൻഫെക്ഷൻ, ഇത്രയും നടക്കാൻ വേണ്ടി വേണ്ട ക്ലോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. റെഡിയാണോ? ക്ലോറിൻ ഡിമാൻഡ്. ഓക്കെ, കത്തില്ല, നിങ്ങളെ കൊണ്ട് ഓക്കെ പറയിക്കാനാ ബുദ്ധിമുട്ട്. ഓക്കെ, റെഡി. അടുത്തത്, ഈ ക്ലോറിൻ മാത്രം മതിയോ? അതായത് ഓർഗാനിസത്തിന് എല്ലാരെയും കൊന്നു കഴിഞ്ഞ് ഒന്നുമില്ല ബാക്കി മതിയോ? എന്തും കൂടെ വേണം നമുക്ക്? റെസിഡുവൽ പവറും കൂടെ വേണ്ടേ? അപ്പം ഈ ഡിമാൻഡും കഴിഞ്ഞ് ഒരു ഇച്ചിരി എക്സസും കൂടെ വേണം.
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിഡ്യുവൽ ക്ലോറിൻ. റെസിഡ്യുവൽ ക്ലോറിൻ വേണ്ട എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നീടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെസിഡ്യുവൽ ക്ലോറിൻ. റെസിഡ്യുവൽ ക്ലോറിൻ കൂടെ വേണം. അപ്പൊ ഈ ക്ലോറിൻ ഡിമാൻഡിന്റെ കൂടെ ഈ റെസിഡ്യുവൽ ക്ലോറിനും കൂടെ കൂടുമ്പോഴാണ് നമുക്ക് ക്ലോറിൻ ഡോസേജ് എന്ന് പറയുന്നത്. ക്ലോറിൻ ഡിമാൻഡിന്റെ കൂടെ ഈ റെസിഡ്യുവൽ ക്ലോറിൻ കൂടെ വരുമ്പോഴാണ് നമ്മൾ ക്ലോറിൻ ഡോസേജ്. ആ ക്ലോറിൻ ഡോസേജ് വെച്ചിട്ടാണ് നമ്മൾ എന്തിലേക്ക്, വെള്ളത്തിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യുന്നത്. റെഡിയാണോ? അപ്പൊ ക്ലോറിൻ ഡിമാൻഡ്, ക്ലോറിൻ ഡോസേജും ഇപ്പൊ ഓക്കെയാണ്, പിന്നെ കൺഫ്യൂഷൻ ആക്കിയേക്കരുത്. ഓക്കെ അല്ലേ? ഇതാണ് ക്ലോറിൻ ഡോസേജ്, ഇത് ക്ലോറിൻ ഡിമാൻഡ്. ഇനി നമ്മൾ ഈ ക്ലോറിൻ ആഡ് ചെയ്യുന്ന ഫോംസ് ആണ്. ഒന്ന് ഹൈപ്പോക്ലോറൈഡ്സ്. ഹൈപ്പോക്ലോറൈഡ്സ് ആയിട്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ. ഇതേപോലെ തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉണ്ട്. പിന്നെ ക്ലോറാമീൻസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള അമോണിയ ആയിട്ടുള്ള ക്ലോറിൻ, ഡൈക്ലോറോ അമൈൻ, ട്രൈക്ലോറോ അമൈൻ, ടെട്രാക്ലോറോ അമൈൻ, അങ്ങനത്തെ കോമ്പൗണ്ട്സ്. അതിനകത്ത് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ഡൈക്ലോറോയും അമീനും മോണോക്ലോറോ അമീനുമാണ്. ഇതിന് പറ്റുന്ന ഒരു pH എന്ന് പറയുന്നത് 9.4 ആണ്. pH ഗ്രേറ്റർ ദാൻ 9.4 ആകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അയ്യോ സോറി, pH 9.4 അല്ല, എനിക്കും തോന്നിയത്. കാരണം മറ്റേടത്ത് നമ്മൾ അതിനോട് ചേർന്ന ഒരു pH അല്ലേ പറയുന്നത്. pH എന്ന് പറയുന്നത് 4.4 മുതൽ 8 വരെ. അതായത് ആ റിയാക്ഷൻ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്, മോണോക്ലോറോ അമീൻ ഫോം ചെയ്ത് പിന്നെ ഡൈക്ലോറോ അമീൻ ഫോം ചെയ്ത് പിന്നെ ടെട്രാക്ലോറോ CCl4 വരെ എത്താം, ടെട്രാക്ലോറോ അമീൻ വരെ എത്താം. ഓക്കെ, അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസിൻഫെക്ഷൻ പവർ ഉള്ളത് ഡൈക്ലോറോയും മോണോക്ലോറോ അമീനുമാണ്. അതിന്റെ ഒരു pH, അതായത് ആ കോമ്പൗണ്ട് പ്രീഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ pH എന്ന് പറയുന്നത് 4.4 മുതൽ 8 വരെ. ഇതങ്ങനെ ഓർക്കണമെന്നൊന്നുമില്ല. വിട്. ക്ലോറിൻ ഗ്യാസ്, അതേപോലെ തന്നെ ഒരു ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ് ക്ലോറിൻ ഗ്യാസ് എന്ന് പറയുന്നത്. ക്ലോറിൻ ഡയോക്സൈഡ്, അത് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്ലോറിൻ ഡയോക്സൈഡ്. ഇത്രയും ഫോംസിലാണ് നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കുന്നത്. റെഡി? ജസ്റ്റ് ആ ഫോംസിന്റെ പേരുകളൊന്നും ഓർത്തിരിക്കുക. അതിനകത്ത് ഹൈപ്പോക്ലോറൈഡ്സിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, ബ്ലീച്ചിങ് പൗഡർ. അപ്പം ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ക്ലോറിനേഷൻ ആണ് എന്ന് ഒന്ന് ഓർക്കാലോ അല്ലെ? പറഞ്ഞേ. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ. നമുക്ക് വേഗം വേഗം പറയാം. ആദ്യത് പ്ലെയിൻ ക്ലോറിനേഷൻ വരുമ്പോൾ വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോറിൻ ആഡ് ചെയ്യുന്നതാണ് പ്ലെയിൻ ക്ലോറിനേഷൻ. രണ്ടാമതായിട്ട് പ്രീ ക്ലോറിനേഷൻ. പ്ലെയിൻ ക്ലോറിനേഷൻ കുഴപ്പമൊന്നുമില്ല, ഓർക്കാം. പ്രീ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തിന്റെയോ മുൻപിലായിട്ടല്ലേ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നത്? എന്തിന്റെ മുമ്പിലായിരിക്കും? എന്തിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രീ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്? അപ്പം ഓർത്തോള, എന്തൊരു പ്രോസസ്സിന്റെ മുമ്പായതുകൊണ്ടാണ് പ്രീ എന്ന് പറഞ്ഞ പേര് വന്നത്. എന്ത് പ്രോസസ്സാണ് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. ഒരാൾ സെഡിമെന്റേഷൻ പറഞ്ഞു, ആശിക്ക് ക്ലോറിനേഷൻ, ക്ലോറിനേഷന് മുമ്പോ? ക്ലോറിനേഷൻ ആണിത്. ക്ലോറിനേഷൻ മുമ്പ് ക്ലോറിനേഷൻ ആരെങ്കിലും ചെയ്യുവോ? അത് മുഴുവൻ അല്ല, മനസ്സിലായില്ല. കൊയാഗുലേഷൻ എല്ലാം പറഞ്ഞു നോക്കുക അല്ലെ? ഓക്കെ, കുഴപ്പമില്ല, സാരില്ല. ഓക്കെ, അപ്പൊ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്, പ്രീ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മുമ്പ് ചെയ്യും. എന്തിന്റെ? ഫിൽട്രേഷന് മുമ്പ് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുവാണെങ്കിലാണ് ബിഫോർ ഫിൽട്രേഷൻ. ആശിക്കിന് സോറി പറയാനേ നേരമുള്ളൂ. കുഴപ്പമില്ല, എന്തെങ്കിലും പറയാനെന്ന് പറയുമ്പോൾ പറഞ്ഞോളാം. ഞാൻ പറയാത്ത കാര്യം പറയുമ്പം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പറഞ്ഞേ, പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആഫ്റ്റർ എന്ത് കഴിഞ്ഞില്ല, ആഫ്റ്റർ ജിൻഡോ എല്ലാം പറഞ്ഞ, കൊയാഗുലേഷൻ പറഞ്ഞു, സെഡിമിനേഷൻ ഒക്കെ പറഞ്ഞാണ്. അപ്പൊ ആഫ്റ്റർ എന്താണെന്നും കൂടെ പറയാം. ആഫ്റ്റർ
ഫിൽട്രേഷൻ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും ഇരുന്ന് എഴുത്തായിരിക്കും. ഡബിൾ ക്ലോറിനേഷൻ എന്താണെന്ന് എല്ലാവരും പറഞ്ഞേ. ഡബിൾ ക്ലോറിനേഷൻ ഫിൽട്രേഷന് മുമ്പും ഫിൽട്രേഷന് ശേഷവും നമ്മൾ ക്ലോറിനേഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡീക്ലോറിനേഷൻ. ചിലപ്പോൾ നമുക്ക് ക്ലോറിനേഷൻ റെസിഡ്യൂൽ ക്ലോറിന്റെ വാല്യൂ എന്ന് പറയുന്നത് പെർമിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് വരാം. അത്തരം സിറ്റുവേഷൻ നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്ലോറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഡീക്ലോറിനേഷൻ. പേര് ഏകം പറയാം, എക്സസ് ആയിട്ടുള്ളത് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഈ റെസിഡുവൽ പവർ പറഞ്ഞായിരുന്നു അല്ലെ, റെസിഡുവൽ ക്ലോറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ലിക്വിഡില് അല്ലെങ്കിൽ ആ ഒരു സാമ്പിളിനകത്ത് റെസിഡുവൽ ക്ലോറിന്റെ ലിമിറ്റ് ആയിട്ട് പറയുന്നത് 0.1 മുതൽ 0.2 mg/ലിറ്റർ. 0.1 മുതൽ 0.2 mg/ലിറ്റർ വരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന റെസിഡുവൽ ക്ലോറിൻ. ഓക്കെ, അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ 0.2 മേലെ പോവുകയാണെങ്കിൽ അത് നമുക്ക് ഹാംഫുൾ ആയിട്ട് നിൽക്കും. 0.1 താഴെ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു റെസിഡുവൽ എഫക്റ്റ് ഉണ്ടാവത്തില്ല. ഓക്കെ, റെഡിയാണോ? നമ്മൾ തന്നിരിക്കുന്ന ഡോസേജിന് കുറച്ചും കൂടെ കൂടുമ്പോൾ, അതായത് ഡിമാൻഡിനേക്കാളും കൂടുതൽ റെസിഡുവൽ പവറും കൂടെ കൂടുമ്പോൾ ഡോസേജ്. അപ്പൊ ഈ ഡോസേജ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന റേഞ്ചിനകത്ത് എന്ത് വേണം? അതിനകത്ത് റെസിഡുവൽ ക്ലോറിൻ വേണം. അപ്പം അതിന്റെ റേഞ്ചാണ് 0.1 മുതൽ 0.2 mg/ലിറ്റർ അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ ആയിട്ടും പറയാം. ഇനി ഈ 0.1 താഴെയാണെങ്കിൽ അവിടെ റെസിഡുവൽ ബിഹേവിയർ ഉണ്ടാവില്ല. 0.2 കൂടുതലാണെങ്കിൽ ഇറ്റ് ഫോംസ് ട്രൈഹാലോമീഥേൻ. ഓക്കെ, ട്രൈഹാലോമീഥേൻ ഇതൊരു കാർസിനോജനിക് ആണ്. കാർസിനോജനിക് എന്ന് പറയുമ്പോൾ ക്യാൻസർ കോസിങ്. അതുകൊണ്ട് നമുക്ക് 0.2 mg/ലിറ്ററിൽ കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ആ ലിമിറ്റിന് മേലേക്ക് നമ്മൾ കൊടുക്കില്ല. അപ്പൊ ഈ 0.2 mg/ലിറ്ററിനെക്കാളും കൂടുതൽ അതിനകത്തേക്ക് ഒരു റെസിഡുവൽ ക്ലോറിൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആ എക്സസ് ആയിട്ടുള്ള നമ്മൾ റിമൂവ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം ഉണ്ടാത്ത ആൾക്കാരുണ്ട് കേട്ടോ. എന്ത് പറയണേ? ബ്രേക്ക് പോയിന്റ് ക്ലോറിൻ. ബ്രേക്ക് പോയിന്റ് ക്ലോറിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബ്രേക്ക് പോയിന്റ് ക്ലോറിൻ അതായത് നമ്മൾ ക്ലോറിൻ ഡോസേജ് ഇൻ സച്ച് എ മാനർ ദാറ്റ് റെസിഡുവൽ ക്ലോറിൻ ഒരു ഇച്ചിരിയെങ്കിലും വരുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന റേഞ്ചിനകത്ത് 0.1 റെസിഡുവൽ ക്ലോറിൻ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലോറിനേഷൻ നമ്മൾ ബ്രേക്ക് പോയിന്റ് ക്ലോറിൻ. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു റെസിഡുവൽ ക്ലോറിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ഈ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ക്ലോറിനേഷൻ നടത്തുവാണെങ്കിൽ അതായിരിക്കും എന്ത്? സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ എക്സസ് ആയി പോയിട്ടില്ല, 0.2 മേലെ പോയില്ല, 0.1 കൂടുതലായിട്ട് ബ്രേക്ക് പോയിന്റിന്റെ മേലേക്ക് നമ്മൾ ക്ലോറിനേഷൻ നടത്തുവാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് അറ്റൈനിങ് മിനിമം റെസിഡുവൽ ക്ലോറിൻ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എബവ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. ഓക്കെ അല്ലേ? അല്ല, 0.2 അല്ല ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ആ റെസിഡുവലിലേക്ക് എത്തി. 0.2 മേലെ പോയ എന്തായി പോയി? ഡേഞ്ചർ അല്ല. അപ്പം 0.1 മുതൽ 0.2 ആ റേഞ്ചിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ 0.1 മേലെ പോയിന്ന് മാത്രം ഓർത്താൽ മതി. ജസ്റ്റ് റെസിഡുവൽ ക്ലോറിൻ അതിനകത്തേക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ക്ലോറിനേഷൻ നടത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അതായത് ആ ക്ലോറിൻ ഡിമാൻഡിന് ശേഷം നമ്മൾ ക്ലോറിനേഷൻ നടത്തുമ്പോൾ അല്ലേ ശരിക്കും ഒരു റെസിഡുവൽ ക്ലോറിൻ വരുന്നത്? ആ രീതിയിൽ ആലോചിക്കാം. അതിനകത്ത് ഒരു ഇച്ചിരിയെങ്കിലും റെസിഡുവൽ ക്ലോറിൻ അവശേഷിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലോറിനേഷൻ നടത്തുവാണെങ്കിൽ അത് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. ഈ ബ്രേക്ക് പോയിന്റിന്റെ മേലേക്ക് റെസിഡുവൽ ക്ലോറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കൂടുവാണെങ്കിൽ എബവ് ബ്രേക്ക് പോയിന്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ ക്ലോറിനേഷൻ. കൃത്യമായിട്ട് ഒരു ലിമിറ്റ് ഒന്നും പറയുന്നില്ല. റെസിഡുവൽ ക്ലോറിൻ അവശേഷിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലോറിനേഷൻ നടത്തുവാണെങ്കിൽ ആ ലിമിറ്റ് ആണ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ.
ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷന് താഴെയാണ് നമ്മൾ ക്ലോറിനേഷൻ നടത്തുന്നതെങ്കിൽ അതിനകത്ത് ഈ ഒരു ഇതുണ്ടാവില്ല, എന്ത് റെസിഡ്യൂവൽ ക്ലോറിൻ ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് വാല്യൂ ഇത്ര mg/ലിറ്റർ എന്ന് പറഞ്ഞ് കണ്ടീഷൻ പറയുന്നില്ല. ആ കണ്ടീഷൻ പറയുന്നത് റെസിഡ്യൂവൽ ക്ലോറിന്റെ അളവ് എന്ന് പറയുന്നത് 0.1 മുതൽ 0.2 വരെ അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട ഇതെന്ന് മാത്രം. അല്ലാണ്ട് ബ്രേക്ക് പോയിന്റ് സൂപ്പർ ക്ലോറിനേഷൻ ആ ലിമിറ്റ് ആയിട്ട് പറഞ്ഞു കണ്ടിട്ടില്ല ഞാൻ അവിടെ. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്ഇൻഫെക്ഷൻ ടെക്നിക്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് വേഗം ചോദിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് എന്താണ് നമുക്ക് പോകേണ്ട? മിസ്ലേനിയസ് ട്രീറ്റ്മെന്റ്സ് അല്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ഓക്കെ പറയൂ. അത് സോഫ്റ്റനിങ്. അപ്പൊ നമ്മൾ കൂടുതലും ഈ സോഫ്റ്റനിങ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്ത് വെള്ളത്തിലായിരിക്കും? വാട്ടർ സപ്ലൈ അല്ല, കൂടുതലും നമ്മൾ ഗ്രൗണ്ട് വാട്ടറിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു സോഫ്റ്റനിങ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. വാട്ടർ സോഫ്റ്റൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നതാണ് ശരിക്കും? സോഫ്റ്റൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിന് നമ്മൾ സോഫ്റ്റ് ആക്കുക എന്ന് പറയുമ്പോൾ റിമൂവിങ് ഹാർഡ്നെസ് അല്ലെ? വെള്ളത്തിന്റെ ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നതാണ് എന്ത്? വാട്ടർ സോഫ്റ്റനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹാർഡ്നെസ് പറയാൻ നേരത്തെ ടെമ്പററി ഹാർഡ്നെസ് പറഞ്ഞു, പെർമനന്റ് ഹാർഡ്നെസ് പറഞ്ഞു അല്ലെ? അതൊന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വാട്ടറിൽ നിന്നുള്ള ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്നതാണ് എന്ത്? വാട്ടർ സോഫ്റ്റനിങ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അതായിരുന്നു എന്ത്? ടെമ്പററി ഹാർഡ്നെസ്സിലേക്ക് നയിച്ചേക്കുന്നത് അല്ലെ? അപ്പൊ കൂടുതലും നമുക്ക് അതിന്റെയൊക്കെ റിമൂവലാണ് ഇതിനകത്ത് പറയുന്നത്. ആദ്യത്തത് ബോയിലിംഗ്. ബോയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നത്? ഓക്കെ, റിമൂവ് ഹാർഡ്നെസ് ഡ്യൂ ടു കാൽഷ്യം കാർബണേറ്റ്. അതായത് കാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആയിട്ടുള്ള കോമ്പൗണ്ട്സിനൊക്കെ നമുക്ക് ബോയിലിംഗ് വഴി നമുക്ക് റിമൂവ് ചെയ്യാം. അടുത്തത് ലൈം അഡീഷൻ. ലൈം ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് റിമൂവ് ചെയ്യേണ്ട കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഓക്കെ, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം കാർബണേറ്റും പിന്നെ മഗ്നീഷ്യത്തിന്റെ നോൺ കാർബണേറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് നമുക്ക് റിമൂവ് ചെയ്യാം. നോൺ കാർബണേറ്റ്സ് ഓഫ് മഗ്നീഷ്യം. ഓക്കെ, കാർബണേറ്റ് കോമ്പൗണ്ട്സ് റിമൂവ് ചെയ്യാം. അതാണ് ടെമ്പററി ഹാർഡ്നെസ് ആയിട്ട് വന്നത് അല്ലെ? പെർമനന്റ് ഹാർഡ്നെസ് ആയിരുന്നു ഈ നോൺ കാർബണേറ്റ് ആയിട്ടുള്ള സാധനസ്. അപ്പൊ ഇതിനകത്ത് നോൺ കാർബണേറ്റ് ആയിട്ടുള്ള മഗ്നീഷ്യം കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് വഴി റിമൂവ് ചെയ്യാൻ പറ്റും? ലൈം അഡീഷൻ വഴി റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോൺ കാർബണേറ്റ് ആയിട്ടുള്ള കാൽഷ്യം കോമ്പൗണ്ട്സിനെ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്? നോൺ കാർബണേറ്റ് കാൽഷ്യം കോമ്പൗണ്ട്സ്, ലൈം സോഡ പ്രോസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ജസ്റ്റ് ഈ 4 ടെക്നിക്കും സോഫ്റ്റനിങ് ടെക്നിക്സ് ആണെന്ന് അറിയാലോ. ബോയിലിംഗ്, ലൈം അഡീഷൻ, ലൈം സോഡ പ്രോസസ്. അപ്പം അതിനകത്ത് ഒരു സീക്വൻഷ്യലായിട്ടൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ. ഇനി അടുത്തത് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് അല്ലെങ്കിൽ സിയോലൈറ്റ് പ്രോസസ്. അപ്പം ഇതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഹാർഡ്നെസ് ആണ് ഇത് സിയോലൈറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സിയോലൈറ്റ് അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഹൈഡ്രേറ്റഡ് സോഡിയം അലുമിനേറ്റ് അലുമിനോ സിലിക്കേറ്റ് അതിനാണ് നമ്മൾ സിയോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പം ഈ സോഡിയം അയോൺസ് എന്താക്കും? ആ കോമ്പൗണ്ടിലെ നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഇല്ല, അപ്പം ആ ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താക്കുന്നു? ഇത് എക്സ്ചേഞ്ച് ആവും, അയൺ എക്സ്ചേഞ്ച് ആവും. സോഡിയം അയോൺസ് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ആയിട്ട്. ഓക്കെ, റെഡി? അപ്പം ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവം? ഇതിനകത്തുള്ള സോഡിയം അയോൺസ് എല്ലാം തന്നെ കൺസ്യൂം ആയി തീരും. എങ്ങനെ? ഈ അയൺ എക്സ്ചേഞ്ച് വഴി. അപ്പം അങ്ങനെ കൺസ്യൂം ആയിട്ട് തീരുന്നതിന് ശേഷം നമുക്കിത് പിന്നെ ഉപയോഗിക്കണമെങ്കിൽ
തിരിച്ച് ഇതിനകത്തേക്ക് ഈ സോഡിയം അയോണിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ബ്രൈൻ സൊല്യൂഷൻ. അത്ര ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ബ്രൈൻ സൊല്യൂഷൻ ഓർത്തില്ലേലും കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഹാർഡ്നെസ് എന്നെങ്കിലും ഓർക്കുക. കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ഹാർഡ്നെസ്. ഓക്കെ, ഹൈഡ്രേറ്റ് സോഡിയം അലുമിനോ സിലിക്കേറ്റ്. ആ പേര് ഞാനും വിട്ടുപോയി. പരമാവധി ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊന്നും ഇല്ല, സിയോലൈറ്റ് ആണ് എന്ന് ഓർത്തോളൂ. ഓക്കെ, റെഡി. അടുത്തത് ടേസ്റ്റ്, ഓർഡർ, കളർ ഒക്കെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്. ആദ്യത്തത് എയറേഷൻ. ടേസ്റ്റ്, ഓർഡർ, കളർ. എയറേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് എയറിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ഇപ്പം മനസ്സിൽ പെട്ടെന്ന് ഓർക്കാനുള്ള കാര്യം, നിങ്ങൾ ഓർക്കേണ്ടത്, ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു നോസിലിൽ കൂടെ എയർ ഇൻഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പ്രേ പോലെ നമ്മൾ ഈ വാട്ടർ പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ എന്താണ്, ഇത് എയറുമായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്ട് വരും. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് രീതിയിൽ, ഒരു വാട്ടർഫോൾ പോലെ ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ നമ്മൾ ഇങ്ങനെ വീഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മാക്സിമം നമ്മൾ എയറുമായിട്ട് ഇതിനെ ഒരു കോണ്ടാക്ട് ചെയ്യുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് വാട്ടറിലല്ലേ, എയറുമായിട്ട് കോണ്ടാക്ട് കുറവാണ്. അപ്പം ആദ്യം തന്നെ ഇതിനെ എയറേറ്റ് ചെയ്യുക. ഇതിനകത്തേക്ക് നമ്മൾ എയർ കൊടുക്കുക. അക്വേറിയത്തിലൊക്കെ നമ്മൾ വെള്ളം ബബിൾ ആയിട്ട് കയറുന്നില്ല, അതേപോലെയൊക്കെ എങ്ങനെയും ഇതിനകത്തേക്ക് എയർ കയറ്റുക. എയർ കയറുമ്പോൾ എന്തായിരിക്കും, ഇതിനകത്തുള്ള ഓക്സിജൻ ഇൻക്രീസ് ആവുകയും കാർബൺ ഡയോക്സൈഡിനെ റിലീസ് കുറയുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഓർഡറും കളറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ടെക്നിക്കാണ് എന്ത്, എയറേഷൻ. പിന്നെ അടുത്തതാണ് ആക്ടിവേറ്റഡ് കാർബൺ. ഓക്കെ, അപ്പം ആക്ടിവേറ്റഡ് കാർബണിന്റെ കേസിൽ ഒന്ന് ഓർക്കാനുള്ളത്, നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഈ ട്രീറ്റ്മെന്റ് നടത്തുന്നത് ബിഫോർ ഫിൽട്രേഷൻ ആണ്. ബിഫോർ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ അല്ലെ. ഓക്കെ, അപ്പൊ ബിഫോർ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഈ ഒരു ആക്ടിവേറ്റഡ് കാർബണായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അപ്പം ആ പ്രസിപ്പിറ്റേറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫിൽട്ടർ മീഡിയത്തിൽ കൂടെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഫിൽട്രേഷൻ മുമ്പ് തന്നെ നമ്മൾ ഈ ആക്ടിവേറ്റഡ് കാർബൺ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തണം. ഈ എയറേഷൻ വഴി ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റ് സെഡിമെന്റേഷൻ നടത്തിയാണ് നമ്മൾ ഒഴിവാക്കുന്നതെന്ന് കൂടെ വേണമെന്ന് ഓർത്തിരിക്കാം കേട്ടോ. Removed by sedimentation. Okay. അപ്പം ആക്ടിവേറ്റഡ് കാർബൺ നമ്മൾ ഈ ടേസ്റ്റ്, ഓർഡർ, കളർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അത് ആഡ് ചെയ്യുന്നത് ബിഫോർ ഫിൽട്രേഷൻ ആണ്. പിന്നെ അടുത്തതാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ റിമൂവ് ടേസ്റ്റ് ആൻഡ് കളർ. ടേസ്റ്റ് ആൻഡ് കളർ കോസ്ഡ് ബൈ ആൽഗെ. ആൽഗൽ ഗ്രോത്ത് നിർത്താനോ അല്ലെങ്കിൽ ഈ ആൽഗെ കാരണം ഫോം ചെയ്യുന്ന വെള്ളത്തിന്റെ ആ രുചിയും അതേപോലെ തന്നെ നിറമൊക്കെ നമുക്കൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പം ആൽഗെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് എന്തായിരിക്കണം, കോപ്പർ സൾഫേറ്റ് ആയിരിക്കണം കേട്ടോ. ടേസ്റ്റ് ആൻഡ് കളർ കോസ്ഡ് ബൈ ദി ആൽഗെ, അല്ലെങ്കിൽ ആൽഗൽ ഗ്രോത്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കോപ്പർ സൾഫേറ്റ്. അപ്പം എയറേഷന്റെ അല്ലെങ്കിൽ ടേസ്റ്റ്, കളർ, ഓർഡർ റിമൂവ് ചെയ്യാനുള്ള 3 ടെക്നിക്സ് ആണ്. എയറേഷൻ അല്ലെങ്കിൽ എയറിന് ഇൻഡ്യൂസ് ചെയ്യുക, ആക്ടിവേറ്റഡ് കാർബൺ, അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ്. ഇനി ഡീസലൈനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡീസലൈനേഷൻ എന്ത് റിമൂവ് ചെയ്യുന്ന, ഡി എന്ന് പറയുമ്പോൾ എന്തോ റിമൂവ് ചെയ്യുവാണ്. സലൈനേഷൻ എന്തായിരിക്കും സലൈനേഷൻ? സലൈനിറ്റി. സലൈനിറ്റി എന്ന് പറയുമ്പോൾ സാൾട്ട്, ഉപ്പ് അല്ലെ. സീ വാട്ടറിന്റെ ഒക്കെ പ്യൂരിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ വെള്ളത്തിനെടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, ഡീസലൈനേഷൻ. അപ്പം അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരെണ്ണമാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോസിസ് കേട്ടിട്ടുണ്ടോ? ഒരു സെമി പെർമിബിൾ മെമ്പറേനിൽ കൂടെ ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് വെള്ളം പോകുന്നതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് അല്ലെ. ലോയിൽ നിന്ന് ഹൈയിലേക്കാണ്. പക്ഷെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഓർത്തോളൂ, ഉപ്പുമാങ്ങ. ഓക്കെ, റെഡി. അപ്പം റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക്, അതായത് ഉപ്പ് വെള്ളത്തിൽ നിന്ന്
സാധാ വെള്ളത്തിലേക്ക് വെള്ളം വരുന്നു. അപ്പൊ ഓസ്മോസിന്റെ നേരെ തിരിഞ്ഞ്, ഉപ്പ് മാങ്ങേന്റെ നേരെ തിരിഞ്ഞ്, മാങ്ങയിൽ നിന്ന് നമ്മൾ തിരിച്ച് നല്ല വെള്ളം വലിച്ചെടുക്കും. ഓക്കെ, മറ്റേടത്ത് എന്തായിരുന്നു? ഉപ്പ് വെള്ളത്തിൽ നിന്ന് അതാ കോൺസെൻട്രേഷനിലേക്ക്, ഹൈ കോൺസെൻട്രേഷനിലേക്ക് പോവുമായിരുന്നു, ലോയിൽ നിന്ന് ഹൈയിലേക്ക്. ഇവിടെ എന്താണ്? നേരെ തിരിച്ച്. അതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും ഒരു ഓക്കെ പറഞ്ഞേ. ഓക്കെ, ഇനി ആദ്യത്തെ ഡീസലൈനേഷൻ പ്രോസസ് ആണ് എന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പ്രിഫർ ചെയ്യാറ്, ഈ റിവേഴ്സ് ഓസ്മോസിസ് പ്രിഫർ ചെയ്യാറ്, അതായത് ഈ റിവേഴ്സ് ഓസ്മോസിസ് നമുക്ക് നടക്കണതിൽ ഒരു പ്രഷർ, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമല്ല അങ്ങനെ ഒരു ട്രാൻസ്ഫറിങ് നടക്കുന്നുള്ളൂ. അപ്പം അത് നമ്മൾ യൂഷ്വലി പ്രിഫർ ചെയ്യാറ്. അതിനകത്തുള്ള ടോട്ടൽ ഡിസോൾവ് സോളിഡ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 1000 മുതൽ 10000 വരെ എത്തുമ്പോഴായിരിക്കും കേട്ടോ. ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ഇൻ വാട്ടർ 1000 മുതൽ 16 റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ റിവേഴ്സ് ഓസ്മോസിസ് കൊടുക്കുന്നത്. അതിന്റെ മേലെ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? നമുക്ക് എന്ത് കൊടുത്താലും റിവേഴ്സ് ഓസ്മോസിസ് കൊടുക്കണ്ട. ഓക്കെ, ഇനി ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്? ഒരു ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലിസിസ് ഉപയോഗിച്ച് ആനോഡിലേക്കും കാഥോഡിലേക്കും സോഡിയവും ക്ലോറിനും എത്തിക്കുന്നതാണ് ഇലക്ട്രോ ഡയാലിസിസ്. കാഥോഡിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് അയോൺസ് ആയിരിക്കും പോകുക. കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണ്. ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, അതിനകത്തേക്ക് നെഗറ്റീവ് അയോൺസ് പോകും. അപ്പം ഈ രീതിയിൽ ഇലക്ട്രോ ഡയാലിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സാൾട്ട് റിമൂവ് ചെയ്യുന്നതാണ്, റിമൂവിങ് സാൾട്ട് ആണ് എന്ത്? ഇലക്ട്രോ ഡയാലിസിസ്. പിന്നെ ഡിസ്റ്റിലേഷൻ ഉണ്ട്. ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വേപ്പറൈസ് ചെയ്ത് പിന്നെ കൂൾ ചെയ്ത് വാട്ടറിലേക്ക് ആക്കുന്നതാണ് ഡിസ്റ്റിലേഷൻ. പിന്നെ ഫ്രീസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീസ് ചെയ്ത് അതിൽ നിന്ന് ഈ ഒരു സാൾട്ട് കണ്ടന്റ് റിമൂവ് ചെയ്യുന്നതാണ് ഫ്രീസിംഗ്. അപ്പം ഇലക്ട്രോ ഡയാലിസിസും റിവേഴ്സ് ഓസ്മോസിസും ഒന്ന് ഓർത്തിരിക്കുക. ഡിസ്റ്റിലേഷൻ ഫ്രീസിംഗ് ഒരു ടെക്നിക്കായിട്ട് പറയത്തില്ല, പക്ഷെ നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. കഴിഞ്ഞില്ലേ? ഓക്കെ, ഇനി ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിൽ എടുത്തൊരു കാര്യം തന്നെയാണ് യൂട്രോഫിക്കേഷൻ. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്? ഈ ഡെഫിനിഷൻ പറഞ്ഞു പഠിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലേ ക്ലാസ്സിൽ അല്ലേ? അപ്പൊ യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്കിപ്പം എക്സസ് ആയിട്ട് നമ്മൾ ഈ ഒരു മാന്യൂറും അതായത് വളമൊക്കെ ഉപയോഗിക്കുന്ന വഴി ഈ മിനറൽസ് എന്താവും? നമ്മുടെ റിവേഴ്സിലേക്ക് ഒഴുകും. റിവേഴ്സിൽ ഒഴുകിയതിന് ശേഷം ഈ എക്സസ് മിനറൽ അതിനകത്തുള്ളത് കൊണ്ട് തന്നെ ആൽഗൽ ഗ്രോത്ത് എന്തായിരിക്കും? സ്പീഡായിപ്പോൾ. അങ്ങനെ ആൽഗൽ ഗ്രോത്ത് സ്പീഡ് ആകുമ്പോഴത്തേക്കും ഈ റിവറിന്റെ ഒക്കെ സർഫേസിൽ ഒരു ആൽഗൽ ബ്ലൂം ഫോം ചെയ്യും. ഓക്കെ, ആൽഗൽ ബ്ലൂം ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് വരും ഇതിന്റെ മേലെ, ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള മിനറൽസിന്റെ ഒഴുക്ക് കാരണം. അപ്പം ഇങ്ങനെ ഈ എക്സസ് ആയിട്ടുണ്ടായ ഈ ഒരു ആൽഗൽ ബ്ലൂം കാരണം എന്താണ്? മേലെ ഒരു കോട്ടിങ് വരുന്നു. ഈ കോട്ടിങ് വന്നാൽ താഴേക്ക് സൺലൈറ്റ് പെനട്രേറ്റ് ചെയ്യത്തില്ല. ഇങ്ങനെ സൺലൈറ്റ് പെനട്രേറ്റ് ചെയ്തില്ലെങ്കിൽ അക്വാറ്റിക് ഓർഗാനിസംസിനും അതേപോലെ തന്നെ അക്വാറ്റിക് പ്ലാന്റ്സിനും ആവശ്യമായ ഫോട്ടോസിന്തസിസ് നടക്കാണ്ട് വരും. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു വാട്ടർ സിസ്റ്റം എന്താവുന്നതാണ്? ആ എക്കോസിസ്റ്റം ഡെഡ് ആയി പോകുന്നതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആൽഗൽ ബ്ലൂമിന്റെ ഗ്രോത്തിനെ, അല്ലെങ്കിൽ അത്രയും ആണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എക്സസ് പ്രൊഡക്ഷൻ ഓഫ് ആൽഗൽ ബ്ലൂം ഓവർ ദി സർഫേസ് ഓഫ് വാട്ടർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്സിജൻ കണ്ടന്റ് കുറയും, ഡിസോൾഡ് ഓക്സിജൻ കുറയും. കാരണം ഫോട്ടോസിന്തസിസ് താഴെയുള്ള ഈ അക്വാറ്റിക് പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസ് എഫക്റ്റീവ് ആവാണ്ട് വരും. അപ്പം അതിൽ നിന്നാണല്ലോ ഈ ഡിസോൾഡ് ഓക്സിജൻ കൂടുതലായിട്ടും ഈ ഒരു വാട്ടറിലേക്കൊക്കെ പോകുന്നത്, അത് കുറയുന്നു. അതാണ് എന്ത്? യൂട്രോഫിക്കേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ യൂട്രോഫിക്കേഷൻ ഞാൻ ഡെഫിനിഷൻ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് അത്രയൊന്നും ഓർത്തിരിക്കുക. എല്ലാവരും കഴിഞ്ഞു. നമുക്ക് എൻവയറമെന്റിൽ എത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ ഫ്ലൂറിന്റെ കണ്ടന്റ് ഓർമ്മയില്ലേ? അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഫ്ലൂറിൻ പറഞ്ഞേ. ഫ്ലൂറിന്റെ ലിമിറ്റ് ഓർമ്മയുണ്ടോ? നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പറഞ്ഞ വേറൊരു കേസായിരുന്നു. ഒരാളും പറയുന്നില്ലല്ലോ. ഫ്ലൂറിൻ ഓർമ്മയില്ല? 1 to 1.5 അല്ലേ നമ്മൾ ഡിസൈഡ് ആയിട്ട് കൊടുക്കാറില്ല? 1 to 1.5 അല്ലേ mg/L. അപ്പം ഇതിന് 1ൽ താഴെയാണെങ്കിൽ ഡേഞ്ചർ ആണ്, 1ൽ കൂടുതൽ 1.5 കൂടുതലാണെങ്കിൽ പ്രശ്നമാണ്.
അപ്പം 1ൽ താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്തേക്ക് നമ്മൾ ഫ്ലൂറിനേഷൻ നടത്തണം. അതിനാണ് നമ്മൾ ആഡിങ് ഫ്ലൂറിനെയാണ് ഫ്ലൂറിനേഷൻ എന്ന് പറയുന്നത്. ഫ്ലൂറിനേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സോഡിയം ഫ്ലൂറൈഡ്, സോഡിയം സിൽക്കോ ഫ്ലൂറൈഡ്, ഇതൊക്കെയാണ് ഫ്ലൂറിനേഷൻ. ഇനി 1.5ൽ കൂടുതലാണ് നമ്മുടെ ഫ്ലൂറിന്റെ കണ്ടന്റ് എങ്കിൽ നമ്മൾ അതിനെ ഡീഫ്ലൂറിഡേഷൻ നടത്തണം. അപ്പം നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡീഫ്ലൂറിഡേഷൻ നടത്തേണ്ട ഒരു ടെക്നിക്കാണ് നാൽഗോണ്ട ടെക്നിക്ക്. ഓക്കെ, ഞാൻ ആദ്യം അത് ആഡ് ചെയ്യേണ്ടെന്ന് ഓർത്തു, പിന്നെ ഓർത്തു അത് മാത്രമായിട്ട് ആവാൻ പാടില്ലല്ലോ, നാൽഗോണ്ട ടെക്നിക്കിനെ കുറിച്ച് പഠിക്കണം. നാൽഗോണ്ട ടെക്നിക്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് ലൈം പ്ലസ് ബ്ലീച്ചിങ് പൗഡർ പ്ലസ് ഒരാളും കൂടെ ഉണ്ടല്ലോ, ആലം. ഈ 3 കൂടെ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് ഈ ഒരു നാൽഗോണ്ട ടെക്നിക്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ നാൽഗോണ്ട ടെക്നിക്കിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ലൈം ആഡ് ചെയ്യുന്ന വഴി എന്താ സംഭവിക്കുന്നത്? ലൈം ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യണം, എന്താ സംഭവിക്കുക? എന്തായിരിക്കും റിമൂവ് ആവുന്നത്? ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യണേല് ബാക്ടീരിയ, ഡിസിൻഫെക്ഷൻ അല്ലെ? ആലം ആഡ് ചെയ്യുവാണ് എന്ത് സംഭവിക്കും? കൊയാഗുലേഷൻ, കൊളോയിഡ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ ശരിക്കും ഈ നാൽഗോണ്ട ടെക്നിക്കിൽ ശരിക്കും 4 ഇത് നടക്കുന്നുണ്ട്. ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം, ബാക്ടീരിയനെ റിമൂവ് ചെയ്യാം, കൊളോയിഡ്സിനെ റിമൂവ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഫ്ലൂറൈഡിനെ റിമൂവ് ചെയ്യാം. അപ്പം ഡീഫ്ലൂറിഡേഷൻ, അപ്പം അതും കൂടെ ഒന്ന് ഓർത്തേക്കുക. നാൽഗോണ്ട ടെക്നിക്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ലൈം പ്ലസ് ബ്ലീച്ചിങ് പൗഡർ പ്ലസ് ആലം. റെഡി അല്ലേ? അത്രയേ ഉള്ളൂ. നമുക്ക് ശരിക്കും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇതിന്റെ പുറത്തൊന്നും തന്നെ വരില്ല. നല്ല രീതിയിൽ തന്നെ പഠിച്ചേക്കുക. ഇതിന്റെ ഒരു ടൈം വേസ്റ്റ് ആയിട്ട് ഓർത്തേക്കരുത്. കാരണം എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇമ്പോർട്ടന്റ് ആണ്. വരാം, ക്വസ്റ്റ്യൻ വന്നോട്ടെ, നിങ്ങൾ പഠിച്ചാൽ മതി, സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വേഗം ആൻസർ പറയാം. For disinfection of swimming pools, which of the following technique can be used? For disinfection of swimming pools, which of the following technique can be used? എല്ലാവരും ആൻസർ പറയൂ. എ, എക്സ്പ്ലനേഷൻ വേണ്ട, ഓർക്കാം. അടുത്തത് disinfection efficiency of chlorine treatment is decreased at higher pH value, increased at higher pH value, unaffected by pH, highest pH equal to 7. ഏതായിരിക്കും? ആൻസർ ഏതായിരിക്കും? എ പറയുന്നവരുണ്ട്, ഡിക്രീസ്ഡ് അറ്റ് ഹയർ പി എച്ച് വാല്യൂ. ബി ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അൺഅഫക്റ്റഡ് ബൈ പി എച്ച് അല്ല, ഹയസ്റ്റ് അറ്റ് പി എച്ച് equal to 7 അല്ല. ഓക്കെ, disinfection efficiency of chlorine treatment is ഓക്കെ. ക്ലോറിൻ ട്രീറ്റ്മെന്റിന്റെ അതായത് നമുക്കിപ്പം ഇൻക്രീസ്ഡ് അറ്റ് ഹയർ പി എച്ച് വാല്യൂ ശരിയാണോ? അല്ലല്ലോ. കാരണം പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് കൂടുമ്പോഴത്തേക്കും അതിനകത്ത് കൂടുതലും വരുന്നത് എന്തായിരിക്കും? കൂടുതലാകുമ്പോഴത്തേക്ക് അതിനകത്ത് വരിക കൂടുതൽ എന്തായിരിക്കും? OCl മൈനസ് ആണ്. OCl മൈനസ് ഉണ്ടെങ്കിൽ ഡിസിൻഫെക്ഷൻ ഇല്ല എന്നല്ല, പക്ഷെ എഫക്റ്റീവ് ആണോ, എഫിഷ്യന്റ് ആണോ? അല്ല. അപ്പം OCl മൈനസിന്റെ ഇത് കൂടുമ്പോഴത്തേക്കും ഓർത്തോളുക, ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് അറ്റ് ഹയർ പി എച്ച് വാല്യൂ. ഡിസിൻഫെക്ഷൻ എഫിഷ്യൻസി ആണ്, ആവുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇറ്റ് ഈസ് ഡിക്രീസ്ഡ്.
ആ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറയും. അപ്പം ബി അല്ലേ അല്ല എ അല്ലേ കറക്റ്റ് ആൻസർ? കൺഫ്യൂഷൻ ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, അപ്പം റെഡിയാണ്, അത് ഓർത്താൽ മതി കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഇസ് യൂസ് ഫോർ ആൽഗെ കൺട്രോൾ? ഏതാണ് ആൽഗെ കൺട്രോൾ ചെയ്യാനുള്ള കോമ്പൗണ്ട്? ഏതാണ്? ഓപ്ഷൻ സി അല്ലെ, കോപ്പർ സൾഫേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതും കൂടെ പറഞ്ഞാൽ നമ്മുടെ പരിപാടികൾ കഴിയുന്നതാണ്. ക്ലോറിനേഷൻ ബിയോണ്ട് ബ്രേക്ക് പോയിന്റ് ക്ലോറിൻ. ഓക്കെ, നമ്മുടെ പരിപാടി എല്ലാരും പറഞ്ഞേ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് സൂപ്പർ ക്ലോറിനേഷൻ. റെഡി. അപ്പം നമുക്ക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സിലബസ് പ്രകാരമുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ നാളത്തോടെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം. എല്ലാവരും ലൈവായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം കുറച്ചും കൂടെ നിങ്ങൾക്ക് സമയവും കാര്യങ്ങളും നോക്കാണ്ട് തന്നെ ഇന്ററാക്ട് ഒക്കെ ചെയ്ത് നിർബന്ധിച്ചാണെങ്കിലും ആൾക്കാർ മിണ്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ശീലിക്കുക. കുറച്ച് ദിവസം കൊണ്ടുള്ളൂ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.